എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജ്ഞാൻ ലേണിംഗ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ USS പരീക്ഷ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലൈക്കായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒട്ടും തന്നെ ലേറ്റ് ആകുന്നില്ല, വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം 1. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആത്മകഥ അല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കഴിഞ്ഞ കാലം, കൊഴിഞ്ഞ ഇലകൾ, ജീവിത നിഴൽപ്പാടുകൾ, തുടിക്കുന്ന താളുകൾ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ്. ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. കഴിഞ്ഞ കാലം എന്നത് KP കേശവമേനോൻ്റെ ആത്മകഥയാണ്. അപ്പോൾ കഴിഞ്ഞ കാലം എന്നത് ആത്മകഥയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി കൊഴിഞ്ഞ ഇലകൾ എന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അപ്പോൾ അതും ആൻസർ അല്ല. അടുത്തത് ജീവിത നിഴൽപ്പാടുകൾ. തുടിക്കുന്ന താളുകൾ എന്നത് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ്. അപ്പോൾ Aയും Bയും Dയും അല്ല ഉത്തരം. പിന്നെ ഒബ്വിയസ്ലി ഉത്തരം എന്ന് പറയുന്നത് ജീവിത നിഴൽപ്പാടുകളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജീവിത നിഴൽപ്പാടുകൾ. ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ബേസിക്കായിട്ട് കുറച്ച് ആത്മകഥകളും അതിൻ്റെ റൈറ്റേഴ്സിൻ്റെ പേരുമൊക്കെ പഠിച്ചിരിക്കുക. ഇങ്ങനെ ചോദ്യം വന്നില്ലെങ്കിൽ തന്നെ വേറൊരു രീതിയിൽ വരാം. അതായത് കൃതിയുടെ പേരും തരും, എഴുത്തുകാരൻ്റെ പേരും തരും. എന്നിട്ട് ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്നോ ശരിയായ ജോഡി ഏതാണെന്നോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് റൈറ്റേഴ്സിൻ്റെ പേരും അവരുടെ ആത്മകഥകളും അല്ലെങ്കിൽ അവരുടെ പ്രശസ്തമായ കൃതികളുമൊക്കെ പഠിച്ചിരിക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കേരള കലാമണ്ഡലത്തിന് യോജിക്കുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതും ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ആംഗലേയ കലകളുടെ പ്രോത്സാഹനത്തിനായി സ്ഥാപിച്ചത്, ചെമ്പഴന്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു, പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കേരള കലാമണ്ഡലത്തിന് യോജിച്ച പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ആംഗലേയ കലകളുടെ പ്രോത്സാഹനത്തിനായി സ്ഥാപിച്ചത്. അത് തെറ്റാണ്. കാരണം കേരളീയ കലകളുടെ പ്രോത്സാഹനത്തിനായി സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ A എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ചെമ്പഴന്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചെമ്പഴന്തി എന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ഗ്രാമമാണ്. അവിടെയല്ല കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. കാരണം കേരള കലാമണ്ഡലം നിളയുടെ തീരത്താണ്, അതായത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നാലാമത്തെ ഓപ്ഷനാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? ഓപ്ഷൻസ്: ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, വീണപൂവ്, നളിനി. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്നത് കുമാരനാശാൻ്റെ വീണപൂവാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്നത് O. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. അടുത്ത ചോദ്യം നോക്കാം. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും എന്നതിന് ഏറ്റവും അനുയോജ്യമായ വരികൾ ഏതാണ്? ഓപ്ഷൻസ്: ചൊട്ടയിലെ ശീലം ചുടല വരെ, ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ ഒരു സൗരഭ്യം, ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ ഞെക്കിക്കൊല്ലും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ ഈ ഒരു ആശയവുമായി യോജിക്കുന്ന വരികളുടെ അർത്ഥം കണക്കിലെടുത്താണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇനി മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ ഒരു സൗരഭ്യം എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. നന്മയുള്ളവർ എവിടെ ഇടപഴകിയാലും അവിടെയുള്ളവർ നല്ലവരായിടും എന്നതിന് ഏറ്റവും അനുയോജ്യമായ വരികൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ ഒരു സൗരഭ്യം എന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. മലയാള ഭാഷയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ത്രിരത്നങ്ങൾ, പ്രാചീന കവിത്രയം, കവി കേസരികൾ, കവി പുഷ്പമാല.
ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ പ്രാചീന കവിത്രയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാളത്തിലെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികളാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ്? ഓപ്ഷൻസ്: മാർഗം കളി, ഒപ്പന, കളരിപ്പയറ്റ്, തെയ്യം. ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മാർഗം കളി. അതുപോലെ തന്നെ ചവിട്ട് നാടകവും ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ്. അടുത്ത ചോദ്യം: ബാലഭാസ്കറിനെ പ്രസിദ്ധനാക്കിയ വാദ്യോപകരണം ഏതാണ്? ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. ഉത്തരം എന്ന് പറയുന്നത് വയലിൻ. ഇവിടെ ഓപ്ഷൻസിൽ തബല, വയലിൻ, ചെണ്ട, മൃദംഗം എന്നിവയുണ്ട്. ഉത്തരം എന്ന് പറയുന്നത് വയലിനാണ്. അടുത്ത ചോദ്യം നോക്കാം. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? ആധുനിക കവിത്രയം ആരൊക്കെയാണെന്ന് ആദ്യം നമ്മൾ ഓർക്കണം. അതിനുശേഷം ഈ ചോദ്യത്തിലേക്ക് വരണം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ്: കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഉത്തരം എന്ന് പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കാരണം കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവരാണ് മലയാളത്തിലെ ആധുനിക കവിത്രയം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇവരെ മൂന്നുപേരെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് എന്നുകൂടി ഒന്ന് പറയാം. കുമാരനാശാൻ ആശയഗംഭീരൻ എന്നും, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നും, വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നുമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി കൂടിയാണ് കുമാരനാശാൻ. ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. അങ്ങനെയാണെങ്കിൽ വിസ്മരിക്കേണ്ടതിനെ എങ്ങനെ പറയാം? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായി US പരീക്ഷയ്ക്ക് കണ്ടുവരുന്നൊരു മോഡലാണ്. ഓപ്ഷൻസ് നോക്കാം. വിസ്തൃതം, വിസ്മൃതം, വിസ്മയം, വിസ്മിതം. അപ്പോൾ വിസ്മരിക്കേണ്ടത് സ്മരിക്കേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് തന്നെ നമുക്ക് ആദ്യം ചൂസ് ചെയ്യാം. വിസ്തൃതം എന്ന് പറയുന്നത് ഒരു ഏരിയയെ സൂചിപ്പിക്കുന്നതാണ്. വിസ്മയം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതത്തെ സൂചിപ്പിക്കുന്നതാണ്. വിസ്മിതം എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ടു ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ചിരിയുമായി ബന്ധപ്പെട്ടതാണ് സ്മിതം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് വിസ്മൃതമാണ്. ഇത്തരത്തിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി 10ാമത്തേത് നോക്കാം. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. കുമാരനാശാൻ അറിയപ്പെടുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ കുമാരനാശാനെ വിശേഷിപ്പിക്കുന്നതാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന്. ഇനി അദ്ദേഹത്തെ അങ്ങനെ ആരാണ് വിശേഷിപ്പിച്ചതെന്ന് നോക്കാം. ഓപ്ഷൻസ്: ജോസഫ് മുണ്ടശ്ശേരി, കാരൂർ നീലകണ്ഠപിള്ള, M ലീലാവതി, ചങ്ങമ്പുഴ. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ജോസഫ് മുണ്ടശ്ശേരിയാണ്.